ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ സ്വന്തം ബദൽ സാറാണ്. നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ്, ലോകത്തിന് നെറുകയിൽ എന്നുള്ള ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് അറിയണം. പ്രധാനമായിട്ടും ഒരു പരീക്ഷ അടക്കുകയാണെങ്കിൽ അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ഉണ്ട്. അതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ വരിക, ഈ മോഡലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, ഒരു ഡൗട്ടും വേണ്ട. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് എക്സാം നടക്കാൻ പോകുന്നത്. മുന്നേ ഒരു എക്സാം നടന്നിട്ടില്ല, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമുക്കില്ല, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല. അപ്പോൾ നമ്മൾ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന സമയത്തും ടീച്ചേഴ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എടുത്ത ഏരിയാസ് ആണ്. പിന്നെ നമുക്കറിയാം ഈ ഒരു ഏരിയ കാണുന്ന സമയത്ത് ഇതാണ് കൂടുതൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്നുള്ളത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നേരെ എന്ത് ചെയ്യുക, ആ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങ് ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, ലൈക്ക് അടിക്കാൻ മറക്കരുത്. അവസാനം വീഡിയോൻ്റെ താഴെ എന്ത് ചെയ്യണം, ഒരു കമൻറ്റ് കൂടെ നിങ്ങൾ ഇടണം. ഓക്കെ, യെസ്. അപ്പോൾ ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡിലെ ഒരു 4 പ്രധാനപ്പെട്ട ഏരിയാസും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നാമത്തത്, കമ്പയർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഹിമാദ്രി ആൻഡ് ഹിമാചൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആ ഒരു പാരലൽ ഡിവിഷൻസിലെ ഹിമാദ്രിയും ഹിമാചലും അതിൻ്റെ പ്രത്യേകതകൾ താരതമ്യം ചെയ്യാനാണ് ആദ്യത്തത്. നമുക്കത് ചെയ്യാം. മേക്ക് എ ബ്രീഫ് നോട്ട് ഓൺ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയ. രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, നാലാമത്തെ ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നോക്ക്, ഇതിന് കൂടെ നമ്മൾ മിസ്സാക്കിയ ഒരാളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ കൂട്ടാത്ത ഒരാളുണ്ട്. അയാളാണ് ശിവാലിക് എന്ന് പറയുന്നത്. ശിവാലിക് എന്ന് പറഞ്ഞ ആ നിരകളും കൂടെയുണ്ട്. ശിവാലിക് എന്ന് പറഞ്ഞ ആ ഒരു നിരകൾ കൂടെയുണ്ട്, ശിവാലിക്. അപ്പം നോക്ക്, അതിൻ്റെയും കൂടെ പ്രത്യേകത ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് 3 2 1 ആ ഒരു പ്രത്യേകത ഫീച്ചേഴ്സ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ആദ്യത്തെ പോയിന്റ്, സദേൺ മോസ്റ്റ് റേഞ്ച് ആണ് ശിവാലിക് എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യം ഹിമാചലും ഹിമാദ്രിയാണ്. അത് എന്തുകൊണ്ട് ഹിമാചലും ശിവാലിക്കും ആയിക്കൂടാ, ശിവാലിക്കും ഹിമാദ്രി ആയിക്കൂടാ, ഇങ്ങനെ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും വരാം. ഓക്കെ, ചിലപ്പോൾ 3 കൂടെ ഒരുമിച്ചും വരാം. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്തത്, ബോർഡേഴ്സ് ഓഫ് ദ ഗംഗാ പ്ലെയിനിന്റെ ബൗണ്ടറി ആണ്. അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഗംഗാ പ്ലെയിനിന്റെ അതിരാണ് ശിവാലിക് എന്ന് പറയുന്നത്. ഇതിന്റെ വിഡ്ത്ത് ഒരു 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് വീതി എന്ന് പറയുന്നത്. അതുപോലെ ഔട്ടർ ഹിമാലയ എന്നും കൂടെ പറയുന്നുണ്ട്. ഔട്ടർ ഹിമാലയ, ഇതാണ് ശിവാലിക്കിന്റെ പ്രത്യേകത. ഇനി ഹിമാചലിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ, ശിവാലിക് എന്ന് പറഞ്ഞ നിരകൾ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഇത് ശിവാലിക്കാണ്. ശിവാലിക്കിന്റെ തൊട്ട് മുകളിൽ മഞ്ഞ കളറിൽ വരച്ചാണ് എന്ത്, ഹിമാചൽ. അതിന് മുകളിൽ വരച്ച ഈ ഒരു പിങ്ക് കളറിൽ വരച്ചാണ് എന്ത്, ഹിമാദ്രി എന്ന് പറയുന്നത്. നോക്കുക, ആവറേജ് എലിവേഷൻ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. ഉയരം 3500 മുതൽ 4500 വരെയാണ് അതിൻ്റെ ഉയരം. ഇതിന് വേറൊരു പേരും കൂടെ പറയാറുണ്ട്, ലെസർ ഹിമാലയം എന്നും കൂടെ പറയാറുണ്ട്. സോ ഇതാണ് എന്തെന്നുള്ളത് നമ്മുടെ ഹിമാചലിൻ്റെ പ്രത്യേകത. അവസാനം നമ്മുടെ ചോദ്യത്തിലുള്ള ഹിമാദ്രിയുടെ പ്രത്യേകത വേറൊരു പേരാണ്, പ്രധാനപ്പെട്ടത്. 2 പേരിൽ അറിയപ്പെടും. ഗ്രേറ്റർ ഹിമാലയ എന്നും ഇന്നർ ഹിമാലയ എന്നും പറയാറുണ്ട്. ഗ്രേറ്റർ ഓർ ഇന്നർ ഹിമാലയ എന്ന് പറയാറുണ്ട്. ഉയരം വീണ്ടും കൂടി 6100 മീറ്റർ ആണ് അതിൻ്റെ ഉയരം. അപ്പോൾ നോക്കുക, 3 റേഞ്ചസ്. ഏറ്റവും മുകളിൽ ഹിമാദ്രി, അതിൻ്റെ നടുക്കായിട്ട് മഞ്ഞ കളറിൽ ഹിമാചൽ, അതിനും താഴെയായിട്ട് പച്ച കളറിൽ ഞാൻ വരച്ചാണ് ശിവാലിക് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ശരാശരി ഉയരം പറഞ്ഞു 6100, 6100 മീറ്റർ. ആൻഡ് വീതി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, 25 കിലോമീറ്റർ ആണ്. ഇനി ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളും പീക്കുകളും അതുപോലെ മഞ്ഞാൽ മൂടപ്പെട്ട സ്ഥലങ്ങൾ, സ്നോ കവേർഡ് മൗണ്ടെയിൻസ് ആണ് അവിടെ ഉള്ളത്, മൗണ്ടെയിൻ പീക്സ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് വെക്കണം കേട്ടോ. കൊടുമുടി, ഹയസ്റ്റ് പീക്കുകളുണ്ട്, സ്നോ ക്ലാഡ് മൗണ്ടെയിൻസ് എന്ന് വെച്ചാൽ മഞ്ഞ് മൂടപ്പെട്ടിരിക്കുന്ന പർവ്വതങ്ങളാണ് അതെല്ലാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഇത്ര മാത്രം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 6 മാർക്കിന് ഉത്തരമാണിത്. ഈ 3 കൂടെ ഒരുമിച്ച് വെച്ചാൽ 6 മാർക്കാണ്. ഇത് മാത്രമായിട്ട് ചോദിച്ചാൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലിസൺ, ഓരോന്നിനും 2 മാർക്ക് വീതം. മേക്ക് എ ബ്രീഫ് നോട്ട് ഓൺ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയ. ഇപ്പം ഹിമാലയത്തിൻ്റെ ആ ഒരു പാരലൽ ഡിവിഷൻ, സമാന്തരമായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഓരോ റീജിയണലായിട്ട് നദികളുടെ റിവേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നത് ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളെ കുറിച്ചിട്ട് ലഘു വിവരണം തയ്യാറാക്കുക. ഇങ്ങനെ തന്നെയാണ് ചോദ്യം വരിക. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇതെന്താണ്, ഏതൊക്കെയാണ്. ലിസൺ, ഈ ബ്രീഫ് നോട്ട് എന്ന് പറയുമ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഏതൊക്കെയാണെന്നുള്ളതല്ല. ഇവിടെ നോട്ട് എഴുതാൻ, ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 4 മാർക്കിൻ്റെതാണെങ്കിൽ ചെറിയൊരു ആൻസർ കൊടുത്താൽ മതി. എങ്ങാനും 6 മാർക്കാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. വെറും 2 മാർക്കിന് ഈ ബ്രീഫ് നോട്ട് എന്നുള്ളതിന് വാട്ടാർ എന്നൊരു ചോദ്യം വന്നു. വാട്ട് ആർ ദ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയ? ഏതെല്ലാമാണ് ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങൾ? അത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിനെല്ലാം കൂടെ വാരി വലിച്ചെഴുതണ്ട. നിങ്ങൾ ചോദ്യം നോക്കുക, മാർക്ക് നോക്കുക. ആ മാർക്കിനനുസരിച്ചിട്ടാണ് ഉത്തരം എഴുതേണ്ടത്. എങ്ങനെയാണ് എഴുതാമെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 മാർക്കിൻ്റെ ചോദ്യമാണെന്ന് വിചാരിക്കാം. വാട്ട് ആർ ദ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയ? ഏതെല്ലാമാണ് ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങൾ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ
വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ, പടിഞ്ഞാറൻ, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഇത് മാത്രം എഴുതിയാൽ മതി. വേണമെങ്കിൽ ഈ സെൻട്രൽ ഹിമാലയത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് എഴുതാമെന്നറിയോ? ഇതിന് നമുക്ക് നേപ്പാൾ ഹിമാലയം എന്ന് പറയാറുണ്ട്. നേപ്പാൾ ഹിമാലയ എന്ന് പറയാറുണ്ട്. ആ നേപ്പാൾ ഹിമാലയം എന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. അതേപോലെ നിങ്ങൾക്ക് ഈസ്റ്റേൺ ഹിമാലയത്തിന് കൂടെ ഒരാൾ എഴുതി വെക്കാൻ പറ്റും. ആസാം ഹിമാലയ എന്ന് എഴുതാം. ആസാം ഹിമാലയം എന്ന് എഴുതാൻ പറ്റും. ആസാം ഹിമാലയം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വേണമെങ്കിൽ എഴുതി വെച്ചാൽ മാത്രം മതി. ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഓക്കെ, മറ്റൊരു പേരുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, കിഴക്കൻ ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ ആസാം ഹിമാലയം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കിത് 4 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് വന്നത്. 4 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. എന്തും കൂടെ ആഡ് ചെയ്യണം? വെസ്റ്റേൺ ഹിമാലയം, അവിടെ ഇൻഡസ് മുതൽ കാളി നദി വരെയാണ്. ഇൻഡസ് മുതൽ കാളി നദി വരെ, ആ ഒരു കശ്മീർ മുതൽ ഏത് വരെയുണ്ട്, നമ്മുടെ ഉത്തരാഖണ്ഡ് വരെയുള്ള ഭാഗമാണ് വെസ്റ്റേൺ ഹിമാലയം, പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. രണ്ടാമത് സെൻട്രൽ ഹിമാലയം, അതായത് നമ്മുടെ നേപ്പാൾ ഹിമാലയം എന്ന് പറയുന്നത്. നേപ്പാൾ ഹിമാലയം എന്ന് പറയുന്നത് കാളി മുതൽ തിസ്ത വരെയാണ്. നേപ്പാളിൻ്റെ ആ ഒരു അതിർത്തി മുതൽ നമ്മുടെ സിക്കിമിൻ്റെ ഭാഗമായുള്ള തിസ്ത അതുവരെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ മധ്യ ഹിമാലയം, കാളി തിസ്ത വരെയാണുള്ളത്. അതുപോലെ കിഴക്കൻ ഹിമാലയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിസ്ത മുതൽ ബ്രഹ്മപുത്ര വരെ. ഇന്ത്യയുടെ ആ ഒരു കിഴക്കേ ബൗണ്ടറി ഉണ്ട്, അരുണാചൽ പ്രദേശ്, അതുവരെ ആ ഒരു സിക്കിം മുതൽ തിസ്ത മുതൽ അരുണാചൽ പ്രദേശിൻ്റെ ആ ഒരു അതിർത്തി വരെയാണ്, ബ്രഹ്മപുത്ര നദി വരെയാണ് കിഴക്കൻ ഹിമാലയം ഉള്ളത്. ഇങ്ങനെ ഇതും കൂടെ എഴുതി വെച്ചാൽ നിങ്ങൾക്കൊരു 3 മാർക്കായി, 3 അല്ലെങ്കിൽ 4 മാർക്കിനുള്ള വകുപ്പായത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ആഡ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ നേപ്പാൾ ഹിമാലയം നിങ്ങൾ ചേർക്കണം. കിഴക്കൻ ഹിമാലയത്തിന് മറ്റൊരു പേരുണ്ട്, ആ പേര് നിങ്ങളൊന്ന് ഇവിടെ ചേർക്കണം. ആ പേരെന്താ? ആസാം ഹിമാലയം എന്ന് പറയാറുണ്ട്. ആ ആസാം ഹിമാലയം എന്ന് പറഞ്ഞ ആ ഒരു പേര് നിങ്ങളിവിടെ ചേർത്ത് വെക്കണം. അപ്പോഴാണ് ആ ഫുൾ മാർക്ക് അവിടെ വീഴത്തുള്ളൂ. പിന്നെ അതും കൂടെ പറയേണ്ട കാര്യമുണ്ട്, നിങ്ങൾ ഈ ഒരു നേപ്പാൾ ഹിമാലയം എന്ന് പറഞ്ഞല്ലോ, ഈ നേപ്പാൾ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ഭാഗം നമ്മുടെ സിക്കിമിൻ്റെ ഭാഗവും, സിക്കിം, വെസ്റ്റേൺ സിക്കിമും, അതുപോലെ ഡാർജിലിംഗിൻ്റെ ഡാർജിലിംഗ് ഏരിയ ആണ്. ഇതൊക്കെ ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. അതുപോലെ നിങ്ങൾക്ക് വേറൊരു കാര്യം ഇവിടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്, ചേർക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാം വെസ്റ്റേൺ ഹിമാലയം എന്ന് പറഞ്ഞാൽ, വെസ്റ്റേൺ എന്ന് വെച്ചാൽ പടിഞ്ഞാറൻ ഹിമാലയം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. വെസ്റ്റേൺ ഹിമാലയം അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 3 ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് ജമ്മു ആൻഡ് കാശ്മീർ ഹിമാലയമാണ്, ജമ്മു ആൻഡ് കാശ്മീരിലെ ഹിമാലയം. അതുപോലെ ഹിമാചൽ ഹിമാലയം. അതുപോലെ അടുത്തതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേ പേര് തന്നെയാണ് പറയുക, അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. ഉത്തരാഖണ്ഡ് ഹിമാലയം ഇങ്ങനെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡിവിഷൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് വെക്കണം. ഓക്കെ, രസകരമായ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു 6 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾക്കൊരു 7-8 പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് നിർത്താം. സിയാച്ചിൻ ബോൾട്ടോറ ഗ്ലേഷ്യറിനെ കുറിച്ച് എഴുതാൻ പറ്റും. അതുപോലെ സോൺമാർഗിനെ കുറിച്ച് എഴുതാൻ പറ്റും. ഹിമാനികളുണ്ട് അവിടെ, ഹിമാനികൾ സിയാച്ചിൻ പോലുള്ളതൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ദാൽ ലേക്കിനെ കുറിച്ച് എഴുതാൻ പറ്റും. ദാൽ തടാകം, ശുദ്ധജല തടാകത്തെ കുറിച്ച് എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ JNK-ലുണ്ട്. അതുപോലെ ഹിമാചൽ ഹിമാലയത്തിലാണെങ്കിൽ നമ്മുടെ ഷിംല, കുളു, മണാലി പോലുള്ള താഴ്വരകളെ കുറിച്ചിട്ടും ടൂറിസ്റ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കുറിച്ചിട്ടും വാലികളെ കുറിച്ചൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. വാലികളെ കുറിച്ചിട്ടാണ് ഹിമാചലിനെ കുറിച്ച് നമുക്ക് എഴുതാനുള്ളത്. ഓക്കെ, യെസ്, ലിസൺ. ഉത്തരാഖണ്ഡിനെ കുറിച്ചിട്ടാണെങ്കിൽ നമുക്ക് ബുഗ്യാളിനെ കുറിച്ചിട്ടും ഡൂണുകളെ കുറിച്ചൊക്കെ എഴുതാൻ പറ്റും. ഡൂണ്, ബുഗ്യാൾ എഴുതാൻ പറ്റും. ബുഗ്യാൾ എന്ന് പറയുന്ന ആ ഒരു നമ്മളത് പറയുന്നുണ്ട്. ഈ ഇതിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ബുഗ്യാൾ വരുന്നുണ്ട്, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഓക്കെ, പിന്നെ ഇവിടെ നൈനിറ്റാളും അതുപോലെ ഭീംതാളും പോലുള്ള തടാകങ്ങളുണ്ട് ഉത്തരാഖണ്ഡിൽ. ഇതൊക്കെ എഴുതി കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്തിട്ട് ഓരോന്നിനും സബ് ഡിവിഷൻ ആയിട്ട് ഇങ്ങനെ പതിയെ എഴുതുന്ന വലിയൊരു എസ്സേ ചോദ്യമായിട്ടാണ് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ 6 മാർക്കിന് ഒരിക്കലും ഇതെല്ലാം കൂടി നിങ്ങളോട് ചോദിക്കില്ല. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക പടിഞ്ഞാറൻ ഹിമാലയം മാത്രമായിട്ട് 6 മാർക്കിന് ചോദ്യം വരാം. അപ്പോൾ ഇതെല്ലാം എഴുതി വെക്കണം. വെസ്റ്റേൺ ഹിമാലയം മാത്രം 6 മാർക്കിന് ചോദ്യം വന്നാൽ ആ ഭാഗങ്ങൾ മുഴുവനായിട്ട് എഴുതി വെക്കണം. ഏതൊക്കെയെന്ന് അറിയില്ലേ? കശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം, ആ 3ഉം എഴുതി വെക്കണം. അപ്പോൾ അത് 6 മാർക്കിൻ്റെ ചോദ്യമാണ്, അത് മാത്രമായിട്ട്. ഓക്കെ, അത് മാത്രമായിട്ട് 6 മാർക്കിൻ്റെ ചോദ്യമാണ്. നേപ്പാൾ ഹിമാലയത്തിനെ കുറിച്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട, വളരെ കുറവാണ്, ഒന്നുമില്ല. ആ ഡാർജിലിംഗിൻ്റെയും നാഥുല ചുരത്തിൻ്റെയും കാഞ്ചൻജംഗയും കാര്യം മാത്രം ശ്രദ്ധിച്ചു വെക്കണം. കിഴക്കൻ ഹിമാലയത്തിനെ കുറിച്ച് ചോദ്യങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ്. ആസാം ഹിമാലയം എന്നുള്ള ഒരു പേരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പൂർവാഞ്ചലാണുള്ളത്.
പൂർവാഞ്ചലിനെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഏതൊക്കെയാണ് ആ മലനിരകൾ, അതിൻ്റെ പ്രത്യേകത എന്താണ്, ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലങ്ങളും ഇടതൂർന്ന വനങ്ങളാണുള്ളത്, റെയിൻ ഫോറസ്റ്റ് ആണ്, ട്രോപ്പിക്കൽ ആ ഫോറസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കണം. ഓക്കെ, അത്രയുള്ളൂ. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ വെസ്റ്റേൺ ഹിമാലയമാണ്, പടിഞ്ഞാറൻ ഹിമാലയമാണ്. ഈ ഡിവിഷൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മീൻസ് ചോദ്യമായിട്ട് വരാനുള്ളത്. ജമ്മു കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയ. നോക്കണേ. യെസ്, ഇനി പറയാൻ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഹിമാലയസ് ഗിവ്സ് ഇനോമസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലിവ്ലിഹുഡ്. എന്താ ലിവ്ലിഹുഡ് എന്ന് വെച്ചാൽ ഉപജീവന മാർഗം എന്നാണ്, ജീവിക്കാനുള്ള മാർഗം, തൊഴിൽ. മേക്ക് എ ഷോർട്ട് നോട്ട് ഓൺ ഹ്യൂമൻ ലൈഫ് ഇൻ ഹിമാലയാസ്. ഓക്കെ, ഹിമാലയത്തിലെ ജനജീവിതത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. സിമ്പിൾ ചോദ്യമാണിത്. ഇപ്പോൾ ഹിമാലയത്തിലെ നമ്മൾ പറയില്ലേ ഉപജീവനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വിവരണം തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നോക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. 4 അല്ലെങ്കിൽ 3 കാര്യങ്ങൾ. അതിൽ നമ്മൾ 2 ഒരുമിച്ച് ചേർത്തിട്ടാണ് പറയുക. ഒന്നാമത് അഗ്രികൾച്ചറാണ്, അഗ്രികൾച്ചർ. രണ്ടാമത്തത് അഗ്രികൾച്ചർ കൃഷിയാണ് കേട്ടോ, കൃഷി. ഓക്കെ, അടുത്ത കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ലിസൺ, കാറ്റിൽ റിയറിങ്, ആനിമൽ റിയറിങ് എന്ന് പറയും. നിങ്ങളുടെ ബുക്കിൽ അതാണുള്ളത്, ആനിമൽ റിയറിങ്, മൃഗപരിപാലനം എന്ന് പറയും, മൃഗപരിപാലനം. അതുപോലെ അടുത്തതാണ് ടൂറിസം, വിനോദസഞ്ചാരം. ഈ 3 കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഈ 3 എണ്ണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ 3 എണ്ണത്തിന് ടൂറിസത്തിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ ഉണ്ട്. ലിസൺ, അപ്പോൾ സാർ എന്തെല്ലാമാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി, കൂടുതലൊന്നും വേണ്ട. ഇതും 6 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് വരിക, 6 അല്ലെങ്കിൽ 4. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ആദ്യം കൃഷി നമുക്ക് എടുക്കാം, അഗ്രികൾച്ചർ. അപ്പോൾ ആദ്യം അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. സ്റ്റീപ്നെസ്, സ്ലോപ്പ്, ഇമേജർ സോയിൽ, ലോ ടെമ്പറേച്ചർ, അതായത് ചെങ്കുത്തായ താഴ്വരകളായിരിക്കും, മണ്ണ് നമ്മൾ പറഞ്ഞു പാകമാകാത്ത മണ്ണാണ്, കുറഞ്ഞ താപനില, ഇതൊക്കെ പ്രതികൂല ഘടകങ്ങളാണ്, അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്ന ഫാക്ടേഴ്സാണ്. അതൊരു പ്രശ്നമാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറയേണ്ടത് അവിടെ കൃഷിയുണ്ട്, തട്ടുകളായിട്ട് കൃഷിയുണ്ട്. ആ പ്രധാനപ്പെട്ട ക്രോപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തരം ക്രോപ്സ് ആണ് അവിടെ ഉള്ളത്. ഒന്ന് ട്രോപ്പിക്കൽ ക്രോപ്സ്, അതായത് ചൂട് കാലത്ത് കൃഷി ചെയ്യുന്ന വിളകൾ. അതിലാണ് നമ്മുടെ പാഡി, ലെഗ്യൂംസും പൊട്ടാറ്റോസ് ഒക്കെ ഉള്ളത്. ഉരുളക്കിഴങ്ങ്, നെല്ല്, അതുപോലെ പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മൾ പറയുന്ന പോലെ സമ്മറിലാണ് കൃഷി ചെയ്യാം. അതുപോലെ വീറ്റ്, ടെമ്പറേറ്റ് ഫ്രൂട്ട്സ്, ഇതൊക്കെ വിന്ററിലാണ് കൾട്ടിവേറ്റ് ചെയ്യാം. അതായത് ഗോതമ്പും അതുപോലെ നമ്മൾ പറയുന്ന പഴവർഗ്ഗം, മിതോഷ പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ ശൈത്യകാല വിളകളാണ്, ശൈത്യത്തിലാണ് കൃഷി ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കണം. അതുപോലെ ഡാർജിലിംഗിൽ എന്തുണ്ട്, തേയില കൃഷിയുണ്ട്. ഹിമാലയത്തിൻ്റെ കിഴക്കൻ ഹിമാലയത്തിൽ ആസാമിലൊക്കെ തേയില കൃഷിയുണ്ട്. പിന്നെ പരമ്പരാഗത കൃഷി രീതികൾ തുടർന്ന് വരുന്ന ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനൊക്കെ തുടർന്ന് വരുന്ന ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ട്രൈബൽസ് ഉണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ഇതാണ് കൃഷിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൽ മൃഗപരിപാലനുണ്ട്. സിമ്പിൾ പരിപാടിയാണ്. മൃഗപരിപാലനം പ്രധാനപ്പെട്ട ഒരു ഒക്യുപ്പേഷനാണെന്ന് എഴുതി വെച്ചിട്ട് പ്രധാനമായിട്ടും അവിടെ റിയർ ചെയ്യുന്ന അനിമൽസ് ഏതൊക്കെയാണ്, ആനിമൽ റിയറിങ്ങിൽ യൂസ് ചെയ്യുന്ന അനിമൽസ് ഏതൊക്കെയാണ്. ഇപ്പോൾ ഗോട്ടും കാറ്റിൽസും, ആടും പശുക്കളും എരുമ, ഇതൊക്കെയാണ് ഏറ്റവും താഴ്വരകൾ ഉണ്ടാകാം. പിന്നെ നമ്മൾ അതിൻ്റെ ചെരിവ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുക കുതിരകളും ഷീപ്പുകളുമാണ്. അതായത് ഹോഴ്സസും ഗോട്ടുമാണ് അവിടെ, ഷീപ്പും ഷീപ്പുമാണ് ആ ഒരു വാലീസിൽ, മൗണ്ടൻ സ്ലോപ്പിൽ ഉണ്ടാവുക, ആ ഒരു സ്ലോപ്പ് ചെരിവുകളിൽ ഉണ്ടാവുക. പിന്നെ ഏറ്റവും മുകളിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാക്കിനൊക്കെ കാണാൻ പറ്റും. യാക്ക് ഇപ്പോൾ ലഡാക്കിൻ്റെ മേഖലയിൽ നല്ല തണുപ്പ് കൂടിയ ഭാഗങ്ങളിലും യാക്കിനെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ എഴുതേണ്ടത് ക്ലൈമറ്റിനനുസരിച്ച്, കാലാവസ്ഥക്കനുസരിച്ച് ആനിമൽ റിയറിങ്ങിലും മാറ്റങ്ങളുണ്ട്, ഡിഫറൻസ് ഉണ്ട് എന്ന് എഴുതിയ ശേഷം വാലികളിൽ ഗോട്ട്, അതുപോലെ ആടും പശുവും, അതുപോലെ സ്ലോപ്പ് ആ ചെരിവുകളിലാണെങ്കിലോ ഷീപ്പ്, ചെമ്മരിയാടും കുതിരയും ചെരിവുകളിൽ. അതിങ്ങനെ ആലോചിക്കാം മനസ്സിൽ. ലാസ്റ്റ് ഏറ്റവും മുകളിലെത്തി മണ്ടയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ആ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലത്താണെങ്കിൽ യാക്ക് എന്ന് പറഞ്ഞ ജീവിയാണുള്ളത്. യാക്കിനൊക്കെയാണ്. യാക്കിൻ്റെയൊക്കെ പ്രത്യേകത അത്രയും എക്സ്ട്രീം കോൾഡ് ആണെങ്കിലും നല്ല തണുപ്പാണെങ്കിലും അതിശൈത്യത്തെ വരെ എന്ത് ചെയ്യും, ടാക്കിൾ ചെയ്യാൻ പറ്റും അതിനെ. ഓക്കെ, യെസ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് ആലോചിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തത് ടൂറിസം ആണ്. ഈ ടൂറിസത്തിന്റെ കാര്യത്തിൽ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് തീർത്ഥാടന ടൂറിസം. അപ്പോൾ ആ തീർത്ഥാടന കേന്ദ്രങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. അമർനാഥ്, ഹേമകുണ്ട്, സായിബാബ, അങ്ങനെ തീർത്ഥാടന ടൂറിസം ഉണ്ട്. അടുത്ത നമ്മൾ ഷിംല, ഡാർജിലിംഗ്, അൽമോറ പോലുള്ള ഒരു റിസോർട്ട് ടൂറിസം ഉണ്ട്. നമ്മൾ സുഖവാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന റിസോർട്ട് പട്ടണങ്ങൾ ഒരുപാടുണ്ട് ബ്രിട്ടീഷുകാർ കാലം മുതലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ടൂറിസം അവിടെ ഉണ്ട്. ആ ടൂറിസത്തിന്റെ കാര്യം എഴുതണം. 6 മാർക്കിന്റെ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ ഈ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ അവിടുത്തെ ടൂറിസ്റ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് 4 മാർക്കിന്റെ ചോദ്യം ഇതായിട്ട് മാത്രം വരും. 4 മാർക്ക് ടൂറിസത്തെ കുറിച്ച് മാത്രം 4 മാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ടൂറിസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണെന്നല്ലേ, അപ്പോഴും എഴുതേണ്ടത് ഇതേ കാര്യമാണ്. യെസ്, അവസാനത്ത് നമ്മൾ എഴുതേണ്ടത്
നമ്മുടെ ടെൻസിങ് നോർഗയും അതുപോലെ എഡ്മണ്ട് ഹിലാരിയും കൂടെ എന്ത് അവിടെ ഒരു കാര്യം ഞാൻ വിട്ടുപോയോ? ഓക്കെ, ഇവിടെ ഉണ്ടോ? സാഹസിക വിനോദസഞ്ചാര മേഖല അവിടെ ഉണ്ടല്ലോ, എഴുതിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് അഡ്വഞ്ചർ ടൂറിസം എന്ന് പറയുന്ന സാഹസിക വിനോദസഞ്ചാരമുണ്ട്. അത് നമ്മുടെ മൗണ്ടൈൻ പാരാഗ്ലൈഡിങ് സ്കീയിങ് ഒക്കെയാണ്. അപ്പം എവറസ്റ്റ് കീഴടക്കിയ ശേഷം 1953 ആ കഥയൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ആ കഥയൊന്നും നിങ്ങൾ എഴുതണം. നിങ്ങൾ അഡ്വഞ്ചർ ടൂറിസം ഉണ്ട്, അത് എന്ത് എഴുതണം? സ്കീയിങ്ങും മൗണ്ടൈനിയറിങ്ങും പാരാഗ്ലൈഡിങ് ഒക്കെയാണ്. അതായത് പർവ്വതാരോഹണം എന്ന് വെച്ചാൽ പർവ്വതം കൊടുമുടി കീഴടക്കാൻ പോവുക. ഓക്കെ, മൗണ്ടൈനിയറിങ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് എന്തെന്ന് എഴുതി വെക്കണം. ഇതാണ് 4 മാർക്കിന് ചോദ്യമായിട്ട് ടൂറിസം മാത്രമായിട്ട് വരാം. മറ്റ് 2 കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യാം? 6 മാർക്കിന് ചോദ്യമായിട്ട് വരാം. മൃഗപരിപാലനം, കൃഷിയും അനിമൽ റിയറിങ്ങും അഗ്രികൾച്ചറും ടൂറിസവും കൂടെ 6 മാർക്കിന് ചോദ്യം വരാം. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹ്യൂമൻ ലൈഫ്. എവിടുത്തെ? ഹിമാലയത്തിലെ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതുപോലുള്ള കമ്പാരിസൺസ് ആണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ബുഗ്യാൾസ് ആൻഡ് ഡൂൺസ്. ബുഗ്യാളും ഡൂണും ലിസൺ. ഡൂൺ എന്ന് പറയുന്ന താഴ്വരയാണ്. ശിവാലിക്കിന്റെ ഇടയിലുള്ള താഴ്വരകൾക്ക്, ശിവാലിക്കിന്റെയും ലെസർ ഹിമാലയത്തിന്റെ ഔട്ടർ ഹിമാലയത്തിന്റെ ഇടയിൽ, ശിവാലിക്കിന്റെയും ഹിമാചലിന്റെയും ഇടയിലുള്ള താഴ്വരകൾക്ക് നമ്മൾ പറയുന്ന പേരാണ്, ഒരു ഫ്ലാറ്റ് വാലി, നിരപ്പായിട്ട് കാണുന്ന താഴ്വരകളാണ് ദൂൺ എന്ന് പറയുന്നത്. ഉദാഹരണം ഡെറാഡൂൺ എന്നാണ് പറയുന്നത്, ഡെറാഡൂൺ എഴുതിയതാണ്. അതുപോലെ ബുഗ്യാൾ എന്ന് വെച്ചാൽ ഒരു ആൽപൈൻ സമ്മർ മെഡോ ആണ്. ചെരിവുകളിൽ കാണപ്പെടുന്ന പർവ്വതത്തിന്റെ ചെരിവ്, ആ ചെരിവിൽ കാണപ്പെടുന്ന ഒരു മെഡോ എന്ന് വെച്ചാൽ പുൽമേടാണ് ബുഗ്യാൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേനൽക്കാലത്ത് പുൽമേടും മഞ്ഞുകാലത്ത് മഞ്ഞ് മൂടുകയും ചെയ്യും. വിന്ററിൽ എന്തായിരിക്കും? മഞ്ഞ് മൂടി കിടക്കുകയാണ് ചെയ്യുക. ബെറീഡ് അണ്ടർ സ്നോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശൈത്യകാലത്ത് മഞ്ഞിനടിയിലായിരിക്കും. അവിടെ വിന്റർ ടൂറിസത്തിന് നല്ല പ്രാധാന്യമുണ്ട്. ദേരാ ബുഗ്യാലും ഗോസൻ ബുഗ്യാലൊക്കെ അതിന് ഉദാഹരണമാണ്. ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഒരു ബോക്സ് ആയിട്ട് നിങ്ങളെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ റീഡിംഗ് ആണ്. ഇത് പഠിക്കാനുള്ളതാണ്. ഇത് പഠിക്കണം. വേനൽക്കാല പുൽമേടാണ് എന്നുള്ള കാര്യം മാത്രം. വേണമെങ്കിൽ നിങ്ങൾ എന്ത് എഴുതാം? നിങ്ങൾക്ക് എഴുതിയിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ട്രാൻസ് ഹ്യൂമൻസിൻ്റെ കാര്യം മാത്രം ഒന്ന് എഴുതാം. അവിടെ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുന്നത് മലയാളത്തിലും ആ പേരിനിട്ട് കൊടുത്തത് ട്രാൻസ് ഹ്യൂമൻസ് ഉണ്ട്. ഇവരുടെ പ്രത്യേകത ഈ ബുഗ്യാലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. വേനൽക്കാലത്ത് കന്നുകാലികളെയും കൊണ്ട് ആ ബുഗ്യാലിലേക്ക് കയറും, തിരിച്ചവർ ഇറങ്ങി വരുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഒഴിവാക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഹ്യൂമൻ ലൈഫിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാകും. അതുപോലെ ബുഗ്യാൾ, ഡൂണ് പോലുള്ള ആ ഒരു ഭാഗം, താഴ്വരകളൊക്കെ താരതമ്യം ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്, മാർഗ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്. കാശ്മീരിലെ മാർഗുകൾ എന്താണെന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. മാർഗുകൾ ഇതും ഒരു വേനൽക്കാലത്തുണ്ടാകുന്ന പുൽമേടുകളാണ് മാർഗ് എന്ന് പറയും. സോൻമാർഗും ഗുൽമാർഗൊക്കെ ഉദാഹരണമാണ്. സോൻമാർഗ് അതുപോലെ ഗുൽമാർഗൊക്കെ ഉദാഹരണമാണ്, സോൻമാർഗ് ആൻഡ് ഗുൽമാർഗൊക്കെ. അപ്പോൾ അതും കൂടെ എൻ്റെ മക്കൾ ജസ്റ്റ് എന്ത് ചെയ്യണം? ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്. ബാക്കി കഥകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ പറയാം. എന്താണ് വേണ്ടത് വെച്ചാൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ പറയണം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണം സാറേ, എന്താണ് അപ്ഡേറ്റ്, അതൊക്കെ പറയണം. നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പോൾ ഫസിൽ സാറ് പോകുന്നു. മാക്സിമം ഫ്രണ്ട്സിനോട് പറയുക, ഷെയർ ചെയ്യാം. ഏകണ്ടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളുമായിട്ട് ഏകണ്ടെ ഇനിയും ഉണ്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ആളിലേക്ക് എത്തിക്കണം. ഓക്കെ, റിക്വസ്റ്റ്. ഓക്കെ, എല്ലാവരും അറിയട്ടെ. താങ്ക് യു. Bye. See you soon.